ഹണി റോസ് വീണ്ടും ഉദ്ഘാടനത്തിന് എത്തുന്നു. കുറെ ദിവസമായി ഒരു വിവരവും ഇല്ലാതിരുന്ന ഹണി റോസ് വീണ്ടും താൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്ന രീതിയിൽ അവർ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന് താഴെ വന്ന കമന്റ്സുകളാണ് അതിലും രസം. ഇതുവരെ ഹണി റോസ് എവിടെയുണ്ടോ അവിടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പിന്നാലെ ഓടിയിരുന്ന ജനങ്ങളിൽ ഭൂരിഭാഗം പേരും അവർക്കെതിരെ പലതരത്തിലുള്ള വിദ്വേഷപരമായ കമന്റ്സുകളാണ് അതിന് താഴെ വരച്ചിട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇനി മുതൽ കേരളത്തിലെ ഒരു കടയും ഹണി റോസ് ഉദ്ഘാടനം ചെയ്യണ്ട എന്ന രീതിയിലാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അതിന് അവർക്ക് പലതരത്തിലുള്ള കാരണങ്ങളും ഉണ്ടാവാം. പക്ഷെ ഹണി റോസിനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഉദ്ഘാടനം തന്നെയായിരുന്നു. കാരണം അത്രത്തോളം ഉദ്ഘാടനങ്ങളാണ് അവരെ ദിനം പ്രതി തേടിയെത്തിയിരുന്നത്. അതിലും ഉപരി അവരെ കൊണ്ട് തൻ്റെ കട തുറപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ കട സക്സസ് ആവുമെന്ന് പല ആളുകളും വിശ്വസിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്ന വാർത്ത അറിഞ്ഞ് ഒരുപാട് ജനങ്ങൾ ഓടിക്കൂടിയിരുന്നതും. പക്ഷെ ആ സമയങ്ങളിലൊക്കെ തന്നെ ഹണി റോസിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തന്നെക്കുറിച്ച് എന്ത് തന്നെ പറഞ്ഞാലും, തന്നെ ഏത് തരത്തിലുള്ള ബോഡി ഷേമിങ്ങിന് ഇരയാക്കിയാലും അവർ ഒരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം എന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. അതിലും അപ്പുറം ആരോടും ഒന്നും പറയാതെ ഒരാളോടും ദേഷ്യപ്പെടാത്ത ഒരു നായിക എന്ന നിലയിൽ ഒരുപാട് ആളുകൾ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നും മാറി ബോഡി ഷേമിംഗ് അതിര് കടന്നപ്പോൾ അവരും പ്രതികരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബോച്ചയടക്കം പല ആളുകളും ജയിലിൽ കയറി. പക്ഷെ ഇന്നലെ ഹണി റോസ് ആളുകളെ ക്ഷണിച്ചിട്ട് വീഡിയോയ്ക്ക് താഴെ പല ആളുകളും ചെയ്ത കമന്റ്സ്, ഇവർ ഉദ്ഘാടനം ചെയ്യുന്ന കടയിലേക്ക് ഞാൻ ഒരിക്കലും കയറില്ല എന്നും അവിടെ നിന്ന് സാധനങ്ങളൊന്നും തന്നെ വാങ്ങിക്കില്ല, അതുകൊണ്ട് തന്നെ ആ കട സമാധിയായി പോവും, അതല്ലെങ്കിൽ പൂട്ടിപ്പോവും എന്ന രീതിയിലൊക്കെയും ആയിരുന്നു പല ആളുകളും പ്രതികരിച്ചത്. ബോച്ചയെ ജയിലിൽ കയറ്റിയ ദേഷ്യമോ അതല്ലെങ്കിൽ തനിക്കെതിരെ നടക്കുന്ന ബോഡി ഷേമിങ്ങിനെതിരെ പ്രതികരിച്ചതിന്റെ ദേഷ്യമോ അതുമല്ലെങ്കിൽ താൻ തൻ്റെ ഡ്രസ്സിങ്ങിലും മറ്റും ഒരു തരത്തിലുള്ള മാറ്റവും കൊണ്ടുവരില്ല എന്ന് അവർ തന്നെ പറഞ്ഞതിൻ്റെ അമർഷമോ എന്ത് തന്നെയായാലും പല ആളുകളും അവർക്കെതിരെ തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. ബോച്ച ജയിലിലായതിനു ശേഷം രാഹുൽ ഈശ്വറുമായിട്ടുണ്ടായ വിഷയങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ തന്നെ സൈബർ അറ്റാക്കിന് ഇരയാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ ഒരുപാട് ബോഡി ഷേമിങ്ങിന് ആളുകൾ ഇരയാക്കുമ്പോഴൊക്കെയും തന്നെ സൈബർ ഇടങ്ങളിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടും അതേപോലെ തന്നെ എതിർപ്പും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് എല്ലാം മാറി മറിയുകയും അവർക്കുള്ള സപ്പോർട്ട് പൂർണ്ണമായി നിൽക്കുകയും പല ആളുകളും അവർക്കെതിരെ തന്നെ സംസാരിക്കുകയുമാണ് പലപ്പോഴും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉദ്ഘാടന വേളയിൽ ഹണി റോസിൻ്റെ മാർക്കറ്റ് ഇനി ഇടിയുമോ അതോ ഇനി അതുപോലെ തന്നെ നിലനിൽക്കുമോ എന്ന് ആ ഉദ്ഘാടനം കണ്ടതിന് ശേഷം തന്നെ നമുക്ക് മനസ്സിലാക്കാം.